ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നിലമ്പൂർ ഭാഗത്ത് കരളായിക്കടുത്ത് നെടുങ്കയം എന്നുള്ള ഒരു സ്ഥലത്തോട്ടാട്ടോ ഇന്ന് പോയിട്ടുള്ളത്. അതായത് മുന്നേ പഴയ കാലത്ത് ഒരു ഫോറസ്റ്റ് എഞ്ചിനീയറായ ഡേവ്സൺ എന്നുള്ളൊരു ഉദ്യോഗസ്ഥൻ്റെ നിർമ്മാണത്തിലുള്ള ഒരു സ്ഥലം. അതായത് അവിടുത്തെ പാലങ്ങളും പഴയ നിർമ്മിതികളും എല്ലാം അടങ്ങിയൊരു സ്ഥലമാട്ടോ. അപ്പം അങ്ങോട്ടാണ് നമ്മളുടെ യാത്ര. രണ്ട് സൈഡിലും നല്ല തേക്കും കാടുകളും നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഏട്ടൻ പറയുന്നുണ്ട് ആനിനെ കാണാനൊക്കെ ചാൻസ് ഉണ്ട്, അവർ ഇവിടെ വരുന്ന സമയത്ത് കണ്ടിരുന്നു എന്ന്. അപ്പം അതൊക്കെ നോക്കിയിട്ടാട്ടെ പോണത്. പിന്നെ അവിടെ കണ്ടോ കുറേ തേക്കിൻ്റെ ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്, അതൊക്കെ ലേലം ചെയ്ത് പോകാനുള്ളത് അത്ര കേട്ടോ. അപ്പം നമ്മളവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ആദ്യക്കൂട്ടൻ ചാടി ഇറങ്ങിയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ വിചാരം ഇവിടെ ആനയൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് കാണാന്നുള്ള രീതിയിലാണ് അവൻ്റെ വരവ്. അപ്പം നമ്മൾ നടന്നുകൊണ്ട് പോവാണേ. പ്രത്യേകിച്ച് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല, എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം എന്ന് പറയാം. അപ്പം നമ്മൾ ഈ പോണ വഴിക്ക് ഇവിടെ കണ്ടോ രണ്ട് പ്രതിമകൾ. അതായത് അവിടുത്തെ നെടുങ്കയം എന്നുള്ള അവിടുത്തെ മൂപ്പനും അതായത് അവരുടെ ഭാര്യയുടെ ഒരു പ്രതിമയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പാലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബ്രിട്ടീഷുകാരനായ ഡേവ്സൺ അദ്ദേഹം നിർമ്മിച്ച പാലാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രണ്ടുപേര് ഇരുന്നിട്ട്, സ്ത്രീകൾ ഇരുന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്ന സമയത്ത് അവർ ഇതൊക്കെ വെച്ച് കൊത്തി നുറുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു വീട്ടിലത്തെ ആവശ്യത്തിനുള്ള വിറകാണോ എന്ന്. പിന്നെ തിരിച്ചു വരുമ്പോഴാണ് ഇവരിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അവരോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു തന്നു കേട്ടോ, ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. അതായത് ഇത് അവർ കാടിൻ്റെ ഉള്ളിൽ വനത്തിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് പറിച്ചു കൊണ്ടുവരുന്ന കുറച്ച് ഔഷധ ചെടികളാണ്. അപ്പം ഇതവർ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ച് അവരിത് ആയുർവേദ ഷോപ്പുകളിൽ കൊണ്ടു കൊടുക്കുക അത്രേ. അപ്പം നമ്മളെ ഈ കോട്ടയ്ക്കൽ ആയുർവേദശാലയ്ക്കൊക്കെ ഉള്ളതാണെന്ന് അവർ പറഞ്ഞത്. അപ്പം അങ്ങോട്ടുള്ള ഔഷധത്തിൻ്റെ കുറേ സാധനങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പം അവരിത് ഇങ്ങനെ പോയി കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയത് കണ്ടോ, ഞാൻ നല്ല ബ്രിട്ടീഷുകാരനായ ഡേവ്സൺ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയാട്ടോ അത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഫോട്ടോ, അതായത് ജനിച്ചതും മരണപ്പെട്ടതും ആ ഡേറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. 1938 തോന്നുന്നു. അതായത് അപ്പം അദ്ദേഹത്തിൻ്റെ കല്ലറയാട്ടോ അത്. അപ്പം അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടു, കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴും ആദ്യകൂട്ടം തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആനനെ കേട്ടോ. അവൻ്റെ കയ്യിലൊരു ചെറിയ ഫോണുണ്ട്, അപ്പം അതും വെച്ച് നടക്കുക അവൻ. അപ്പം നമ്മൾ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുഴയുണ്ട്, പക്ഷെ പുഴയ്ക്ക് ഇറങ്ങാൻ സമ്മതിക്കണില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏതോ സമയത്ത് അവിടെ ഒരു കുട്ടി മരിച്ചിട്ടൊക്കെ ഉണ്ട്. കുട്ടിയാണോ എന്നറിയില്ല, മരിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഒഴുക്കപ്പെട്ടിട്ട്. അപ്പോൾ പുഴയ്ക്ക് ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ അത് അവിടുത്തെ ഒരു സ്കൂളാട്ടോ, അവിടുത്തെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു സ്കൂള്, LP സ്കൂളോ. നല്ല ഭംഗിയുണ്ട്, ട്രെയിനിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട്. പിന്നെ അവിടെ നമ്മൾ പോയി. അപ്പം പറഞ്ഞു ഇവിടെ ആനപ്പന്തി ഉണ്ടെന്ന്. അപ്പം എന്നാൽ അത് കണ്ടു കളയാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി. വലിയ ഇതൊന്നല്ല, ചെറിയ, അതായത് അവിടെ ഉണ്ടാവുന്ന ആനകളൊക്കെ ഇപ്പം നല്ല കുറെ മുന്നേ പണ്ട് കാലത്തൊക്കെ തോന്നുന്നു അങ്ങനെ ആനനൊക്കെ ഉള്ള സമയത്ത് ഇതിനുള്ളിലാണ് ആക്കാറ്. ഇപ്പം അതിൻ്റെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. അപ്പം ആദ്യകൂട്ടം അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുകയാണ്, ഇതിനുള്ളിൽ എങ്ങനെയാ ഇപ്പം ഈ ആന കിടക്കുന്നു നിൽക്കുന്നു എന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ആദ്യമായിട്ടത് കാണുന്നത്. നമ്മളിങ്ങനെ ആടിൻ്റെ കൂട് കോഴിക്കൂട് എന്നൊക്കെ പറയുന്ന പോലെ അവൻ്റെ വിചാരം ആനയുടെ കൂട് തന്നപ്പോൾ എങ്ങനത്തെന്ന് അറിയാനൊരിതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണിച്ചു കൊടുത്തു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തവന്. വരുന്ന വഴിക്ക് ഞങ്ങൾ ആനപ്പിണ്ടം കണ്ടു, പക്ഷെ ആനനെ കണ്ടില്ല കേട്ടോ. അങ്ങനെ തിരിച്ച് നമ്മൾ പോരുന്ന സമയത്ത് പുഴയ്ക്കൊക്കെ നോക്കി നിൽക്കുകയാണ്. നല്ലോണം മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതുണ്ട്, പക്ഷെ അങ്ങനെ അപകടം നടക്കുന്ന കാരണമാണ് അവർ ഇറക്കാഞ്ഞത്. പിന്നെ വരുന്ന വഴിക്ക് മീൻ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങുക കേട്ടോ.
ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഏട്ടൻ പറഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട്, ആ കടയിൽ നല്ല ഉണ്ണിയപ്പം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കണം എന്ന് വിചാരിച്ചു ഏതായാലും. അപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് ഉണ്ണിയപ്പം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടനും ആദ്യം കൂടെ പോയി ഉണ്ണിയപ്പം വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോൾ കടയിൽ കയറി ചെന്നപ്പം ഒരു ട്വിസ്റ്റ് ഉണ്ടായി. എന്താ അറിയോ, അവിടെ ഉണ്ണിയപ്പം ഇല്ല. അപ്പോൾ ഞങ്ങൾ ശശിയായിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. നമ്മൾ അതായത് ചായ കുടിക്കണം, അപ്പം എന്നാൽ ഉണ്ണിയപ്പം നല്ലതാന്നൊക്കെ പറഞ്ഞപ്പോൾ വാങ്ങിക്കാന്നുള്ളൊരു ഇതുകൊണ്ട് കൂടി വാങ്ങിച്ചു പോയതാണ്. അപ്പം ഉണ്ണിയപ്പം കിട്ടിയില്ല. അപ്പോൾ ഉണ്ണിയപ്പം കിട്ടാണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.